ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ് 56 അല്ലേ? 56th എപ്പിസോഡ്. അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസം കൂടിയല്ലേ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ദിവസമാണ്. എല്ലാവർക്കും ശരിയാ. ഇന്നലെ ഒരുപാട് ആളുകൾ കൺസേൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് വിളിച്ചും സംസാരിച്ചു, എന്റെ അടുത്തും വിളിച്ചു, ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി ഓക്കെ ആണ്, നമുക്ക് ഒരു വിവരം വെച്ചിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സായി തിരിച്ചു കയറിയിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസ് ഹൗസിലേക്ക്. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ കയറിയിട്ടുണ്ട്. സായി ഓക്കെ ആണ്. ഇന്നത്തെ നമ്മള് ലൈവില് കണ്ടു, ഹെൽത്ത് നല്ല ബെറ്റർ ആയി എന്നാണ് സായി പറഞ്ഞത്. അതെ, എന്തായാലും തിരിച്ച് അങ്ങോട്ട് പോയതിനേക്കാളും എന്തായാലും ബെറ്റർ ആണ്. അത്രയും ഒരാളെ ഹെൽപ്പിലൊക്കെയാണ് അവനെ എണീച്ച് നിൽക്കണൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളും ഭയങ്കര ഒരു ടെൻഷനിൽ തന്നെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഓക്കെ ആണ്. പെയിനൊക്കെ ഒരുപാട് കുറവുണ്ട്. ടെൻഷൻ അടിച്ച് ഞാൻ മുടിയൊന്നും ഒരുങ്ങിയിട്ട് കൂടിയില്ല. ഞാൻ ഒരുങ്ങാതെ വെറും ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടാണ്. ടെൻഷൻ അടിച്ച് ഞാൻ ഒരുങ്ങാതെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോ ഇന്ന് ഹാപ്പിയാണ്. സായി ഇന്ന് അകത്ത് കയറി. അപ്പോ പെയിന് ബെറ്റർ ആണെന്ന് പറഞ്ഞു. റെസ്റ്റ് വേണം, അതാണ് പ്രശ്നം. കാരണം ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോഴേ ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആള് നല്ല ഉഷാറായിട്ട് എന്തായാലും കയറും. ഫേസിൽ തന്നെ അതിന്റെ മാറ്റം കാണുന്നുണ്ട്. ആ പെയിന് സഹിക്കുന്ന കാരണം ഭയങ്കരമായിട്ട് ഫേസ് ഒക്കെ കണ്ടാൽ നമുക്ക്, കാരണം നമുക്ക് അറിയണതാണ് എന്റെ ഫേസ് എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതിന്റെ ചേഞ്ച് വരുമ്പോ വേഗം അറിയാലോ അല്ലെ? കഴിഞ്ഞ ദിവസമൊക്കെ ആ പെയിന് കാണുന്ന മുഖം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ഫേസിൽ തന്നെ കാണാണ്ടെന്ന്. എന്തായാലും ഇപ്പൊ കൊറേ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി തന്നെയാണ്. പിന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദിയുണ്ട് എന്തായാലും. പിന്നെ അതേപോലെ ബിഗ് ബോസ് ക്രൂ നല്ലോണം ടേക്ക് കെയർ ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം അങ്ങനെ ഒന്നും അവർ നല്ലൊരു ടീം മെമ്പേഴ്സിന്റെ നല്ല അടിപൊളിയായിട്ട് ക്രൂ നല്ല അടിപൊളിയായിട്ട് ടേക്ക് കെയർ ചെയ്തു. അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക എന്തൊക്കെയാ അവര് ട്രീറ്റ് ചെയ്യണ. ബാക്കി പുറത്തും അകത്തൊക്കെ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവര് കണ്ടസ്റ്റൻസിനെ പ്രൊട്ടക്ട് ചെയ്യണതും അവരെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഭയങ്കര ബെറ്റർ അടിപൊളി സംഭവമായിട്ടാണ് ചെയ്യണമെന്നുള്ളത് നമ്മളെ ഈ അനുഭവത്തിൽ നമുക്ക് മനസ്സിലായി. പിന്നെ എല്ലാരും വന്നിട്ട് നന്ദന ഒന്ന് കരഞ്ഞു കേട്ടോ. നന്ദനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് എനിക്ക് ഭയങ്കര എന്തോ പോലെ. കാരണം നന്ദന എപ്പോഴും പറയും സായി ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരാളാണ്. നന്ദന അവിടെ പറയണ പോലെ ഞങ്ങൾ ഇവിടെയും പറയാറുണ്ട്. അവര് നമ്മൾ ആ കോമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നന്ദന ഇപ്പൊ ഇന്നലെ നന്ദന അർജുന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു പ്യൂർ സോൾ ആയിട്ട് കാണുന്നത് സായി ചേട്ടനോ മാത്രമാണെന്നുള്ളത്. അപ്പൊ നമുക്ക് അത് ഇവിടുന്ന് മാറി നിന്ന് കാണുമ്പോ നമുക്കും അത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. അവരാ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പുറത്ത് വന്നിട്ട് ഞങ്ങൾക്ക് നന്ദനെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതേപോലെ സായി പറഞ്ഞ പോലെ മനുഷ്യനായി എന്നൊന്നും പറയണ്ടേ. സായി ആദ്യം നല്ലൊരു മനുഷ്യനാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞ നമ്മള് പറയുന്ന കാര്യം തന്നെയാണ്. പൊക്കി അടിക്കൊന്നുമല്ല. സായി ഓൾറെഡി നല്ല മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാല്. അപ്പം ഇനിയുള്ള ദിവസങ്ങള് സായിക്ക് ഗെയിം കളിക്കാൻ ഒന്നും കൂടെ ഒരു ഇതുണ്ടായിരിക്കും. അപ്പം അതാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇന്ന് BBയിൽ കാര്യമായിട്ടുണ്ടായ ഒരു സംഭവം സായി തിരിച്ചു വന്നത് തന്നെയാണ് തോന്നുന്നത്. ബാക്കിയെല്ലാം ഇനി എല്ലാ ദിവസത്തെയും പോലെ പ്രതീക്ഷകളാണ് എല്ലാവർക്കും. ലാലേട്ടൻ അത് പറയുമായിരിക്കും, ലാലേട്ടൻ ഇത് പറയുമായിരിക്കും. പുറത്ത് നമ്മൾ കാണുന്നുണ്ട് ഭയങ്കരമായ ചൂടേറിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് തന്നെയാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ BBക്ക് അത് ഭയങ്കര ഉപകാരമാണ്. അതെ അതെ, അവരാരും ചിലപ്പോ ഒന്നും മൈൻഡ് അടിക്കണ്ടാവില്ല. എന്താ അതൊക്കെ നോക്കണ്ടായിരുന്നു. വിവാദങ്ങളും റേറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ TRP അവര് എനിക്ക് തോന്നുന്നു ലാലേട്ടനൊന്നും അത് വലിയ പ്രശ്നമാക്കണമെന്നില്ല. ഇന്നത്തെ പ്രൊമോയിലൊന്നും അവർ അതിനെ കുറിച്ച് ഭയങ്കര കൺസേൺ ആണെന്ന് തോന്നുന്നില്ല. അതൊക്കെ അതിന്റെ ഒരു വഴിക്ക് നടക്കണം. പിന്നെ ഇതിപ്പോ ആദ്യമായിട്ട് കാണാൻ വേണ്ടില്ല. പിന്നെ എന്താണെങ്കിലും പുറത്ത് പറയുന്ന കാര്യങ്ങളാണെങ്കിലും അകത്ത് പറയുന്ന കാര്യങ്ങളാണെങ്കിലും സത്യമാണെങ്കിൽ സത്യം പുറത്തു വരട്ടെ, അല്ലാത്തതാണെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാം ജനങ്ങളെ ഇടയിൽ ഇറങ്ങുന്ന ഒരു പരിപാടി. ആരോപണങ്ങളല്ലേ, അല്ലെങ്കിൽ തെളിവ് നമ്മൾ പറഞ്ഞ പോലെ തെളിവ് വരട്ടെ. അത്രയല്ല, നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. തെളിവ് സഹിതം പുറത്തു വരുമ്പോഴേ ആളുകൾ അതിനെ കുറിച്ചൊക്കെ വിശ്വസിക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ഇന്നിപ്പോ ലൈവ് അപ്ഡേറ്റില് പിന്നെ അവിടെ കുറെ ഇന്ന് ഒരു ഐസ്ക്രീമിന്റെ പേര് പറഞ്ഞ ശ്രീരേഖ കറിയുണ്ട്. അത് ഇന്നലെ ഉണ്ടായതാണ്. അത് ഐസ്ക്രീം എന്താ ഒരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. എന്നിട്ട് നന്ദൻ അവിടെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ പറയാ പവർ ടീമിലുള്ളവർ തന്നെയാണ് ശ്രീരേഖ തന്നെ പറയുന്നത് കഴിച്ചു എന്ന് പറഞ്ഞു. ശ്രീരേഖ പെരും കരച്ചില്. ഒരു ഐസ്ക്രീമാണ് അവിടെ സംഭവം തോന്നുന്നത്. ഇപ്പൊ സ്കീൻ എന്തായാലും ഭയങ്കര എന്താ ഞങ്ങളുടെ ഇടയിൽ കരച്ചിലൊന്നും ഉണ്ടായില്ല സ്കീ ഐസ്ക്രീം കഴിച്ചിട്ട്. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള അവർ തന്നിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ എപ്പോഴും ഐസ്ക്രീം ഒരു പ്രശ്നമാണല്ലേ. ഇനിയിപ്പോ പരസ്യത്തിന് വേണ്ടിട്ട് പ്രത്യേകം ചെയ്യുന്ന പ്രശ്നമാണോന്ന് അറിയില്ല. ഐസ്ക്രീം ആണ് അവിടെ മെയിൻ ആയിട്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ രസമുണ്ട്. ഇപ്പൊ ഞാൻ ലൈവില് കമന്റ് വന്നെന്തറിയോ, എന്താ ഗബ്രിയാണ് ഔട്ട് ആവുക. ഗബ്രിക്കും ഋഷിക്കുമാണ് കൂടുതൽ വോട്ട് കുറവ്. അൻസിബയ്ക്കും നോറയ്ക്കും. ഇവർ അൻസിബയ്ക്കില്ല, നോറന്റെ പേര് പറഞ്ഞിട്ടു. പക്ഷെ അൻസിബ ഇപ്പൊ എന്താ എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമുക്കും തോന്നുന്നത് അത്യാവശ്യം നന്നായിട്ട് കളിക്കണം, നല്ല സ്റ്റാൻഡേർഡ്, ആവശ്യങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കണം ഒക്കെ ഉള്ള കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ ഗബ്രി എന്തൊക്കെ പറഞ്ഞാലും ഗബ്രി എന്റെ അഭിപ്രായത്തിൽ നല്ല പ്ലെയർ ആണ്. ഗബ്രിയൊക്കെ പോയാൽ അതിന്റെ ഒരു വ്യത്യാസങ്ങളാണ്. പിന്നെ മാത്രല്ല BBക്ക് പറ്റിയ ഒരു ആള് തന്നെ. അത് ജാസ്മിന്റെ ഒപ്പം കൂടി എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് ആൾ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്.
അതിലെനിക്ക് തോന്നുന്നു ഋഷിയാണ് പിന്നെയും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഒരു ഇമ്പാക്ട് ഒന്നും ഋഷിയുടെ ഭാഗത്തുനിന്ന് തോന്നിയില്ല. ഋഷി ഇങ്ങനെ ആ ഒരു ഉപ്പുമുളകൊന്നും കിട്ടിയ ആ ഒരു പ്രശസ്തി ആ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് അതെ അത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാന്നുള്ള ഋഷീന്റേതായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ രസം, ഗബ്രി മറ്റേ സ്കീ ഐസ്ക്രീമിന്റെ മാനേജറിന്റെ കുടുംബക്കാരനാണെന്നൊക്കെ അതുകൊണ്ട് പുറത്താവില്ലാന്ന് എന്തൊക്കെ കഥ. അതുകൊണ്ട് വിചാരിച്ചു സ്കീ ഐസ്ക്രീം ആണ് എന്റെ മോള് മറ്റേ ഏഷ്യാനെറ്റാരൊക്കെ ഉള്ളത്. അതിനോടാണോ വന്ന ഐസ്ക്രീമിന്റെ ഗബ്രി ഒരു അടി ഉണ്ടാക്കിയത്. ഇനി സ്പെഷ്യൽ ഐസ്ക്രീം കിട്ടുന്നുണ്ടാവും ഗബ്രിക്കില്ലേ. ചിലപ്പം സ്ഥിരമായിട്ട് അത് കഴിച്ച് വളർന്നതായതുകൊണ്ട് ഗബ്രിക്ക് ചിലപ്പോ അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് അടി ഉണ്ടാക്കിയതായിരിക്കും എന്നുള്ളതും വരാം. അപ്പൊ ഇന്ന് ലാലേട്ടൻ വന്നാ അറിയാം. ഇതിപ്പോ എന്താന്ന് വെച്ചാ നമ്മളെപ്പോഴും പറയണ പോലെ തന്നെയാണ് പ്രൊമോ ഇല്ല ഞാൻ കണ്ടില്ല. ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പ്രത്യേകിച്ച് മറ്റേ സ്റ്റേജിൽ പ്രൊമോ ഒന്നും കാണിച്ചിട്ടില്ല. ലാലേട്ടൻ കാരണം ലാലേട്ടൻ ഒരു ഫ്ലൈറ്റ് അങ്ങനെയാണ് ഞാൻ അതിന്റെ ഇത് കണ്ടത്. ഒരു ഫ്ലൈറ്റ് ആയിട്ട് ഒക്കെ പറയണതും ഫ്ലൈറ്റിലെ യാത്രക്കാരായിട്ട് ബിഗ് ബോസിലെ ആളുകളെ പറയണതൊക്കെയാണ്. ഇന്നിപ്പോ എന്തായാലും ഇപ്പൊ ശനിയാഴ്ച ഈ സമയം കൊണ്ട് ഷൂട്ട് കഴിയാനായിട്ടുണ്ടാവും. അപ്പൊ എന്താ നമുക്ക് അറിയില്ല. ഇന്നും നാളായിട്ട് നമുക്ക് ഒരു ലാലേട്ടൻ എന്തൊക്കെ പറയുന്നു ഇപ്പത്തെ ഒരു രീതിക്ക് ഇത് പറയില്ലെന്നും പറഞ്ഞില്ല. സിബിന്റെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. സിബിൻ വരുന്നോ വന്നിട്ട് എന്താണ് എനിക്ക് തോന്നുന്നില്ല. സിബിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മറ്റത് ഇത്രയും ദിവസം സിബിൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായില്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ കയറാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. അതുപോലെ രതീഷിന്റെ കാര്യത്തിൽ എന്താന്നുള്ള ഒരു തീരുമാനം നമുക്ക് എല്ലാരും പേടിച്ചിരിക്കുകയാണ്. രതീഷ് കണ്ടസ്റ്റന്റ് ആവും എന്നുള്ള പേടിയിലാണ് എല്ലാരും നിൽക്കുന്നത്. ഒന്നോ രണ്ടോ ആളുകളൊക്കെ പുറത്തു ഉണ്ടാവില്ല. ഇനിയിപ്പോ പഴയ ഒരാള് അങ്ങനെ ഒന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ആകെ 44 ദിവസം ഉണ്ടാവും. അത്ര പെട്ടെന്ന് കഴിയണല്ലേ. ഒരു ദിവസം ഇനിയിപ്പോ ഒരാഴ്ച കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുമിച്ച് അങ്ങോട്ട് 5-6 ആളെന്ന് അതിനേക്കാൾ നല്ലത് ഇങ്ങനെ രണ്ടാളെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര ക്രൂഷ്യലാണ്. പിന്നെ പവർ ടീമിൽ അങ്ങനെ നൈസായിട്ട് വീക്കന്മാരെ കയറ്റാന്നൊക്കെയാണ് അവരുടെ പ്ലാന്. അതൊന്നും നടക്കില്ല. എനിക്ക് ഉറപ്പാണ് ബിഗ് ബോസ് കൊടുക്കാൻ ചാൻസ് ഇല്ല. ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നു വരുന്നുണ്ടാവും. അതെ നിങ്ങൾക്ക് ബിഗ് ബോസുകാരെ നല്ല പ്ലാൻ ചെയ്യണ്ടോ ഇങ്ങനെ കേറ്റാൽ എന്താ ചെയ്യാന്നുള്ളത്. അവരും കൂടി ഇറക്കാൻ വേണ്ടി അവർക്ക് തന്നെ മനസ്സിലായി കുറെ സേഫ് ഗെയിംസ് അതിന്റെ ഉള്ളിൽ കിടക്കുകയാണെന്നുള്ളത്. ഇതിപ്പോ എന്താ വെച്ചാൽ ഇവര് ക്യാമറ വെച്ച് കാണുകയാണല്ലോ. ഇതിപ്പോ ആരും അറിയാതെ രഹസ്യമായിട്ട് ചെവി പോയിട്ടൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇത് ക്യാമറ കാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അതിനുള്ളത് അപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആകെ പ്രതീക്ഷ ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് ഇപ്പൊ ഒന്നും പറയാനും വയ്യ. അത് പറയുമായിരിക്കും. ജിൻഡോന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കണത് എനിക്ക് ആ ഒരു സായിനെ പറഞ്ഞിരിക്കുന്നത് ചോദിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. നട്ടലിന്റെ വേദന പറഞ്ഞിട്ട് നട്ടലിനെ കളിയാക്കി അത് ശരിക്കും സായി ആയതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു. പക്ഷെ പൊതുവെ ആണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല. അത് ചോദിക്കണം എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ചോദിക്കാൻ എനിക്ക് അറിയില്ല. അത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ചോദിച്ചാൽ മാത്രം ചോദിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. സായി അത് എടുത്ത് ഇടും ചെയ്യില്ല. അത് ഉറപ്പുള്ള എനിക്ക് തോന്നുന്നു നമ്മള് കാണണല്ലേ. അത് എന്താ പറയാ ഇനിയിപ്പോ ആരെങ്കിലും അതിനുള്ളിൽ പറയണോ വെച്ചാലും അങ്ങനെയാണ് സാധാരണ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നമുക്ക് സംസാരിക്കല്ലേ എന്ന് വെച്ചാൽ എങ്ങനെയാണ് കാണിക്കാറിയാം നമ്മളടുത്താണെങ്കിലും. പേഴ്സണൽ ഗഡ്ജ് വെച്ചിട്ടൊന്നും ചെയ്യാറില്ല. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടേ ഉള്ളൂ. പിന്നെ പുറത്ത് വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. സായി അവിടെ ഗെയിം കളിക്കാനാണ് പോകുന്നത്. പലതും പറയും പലതും ചെയ്യും. അതൊക്കെ ഗെയിമിന്റെ പാർട്ടാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നലെ പിന്നെ ജയിലിൽ പോയത് സിജോയും അഭിഷേകും പോയത്. അപ്പൊ ഇന്നലെ രാത്രി സായിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആ ഹൈപ്പും അതിനനുസരിച്ചിട്ട് സായി ഇവിടെ വന്നപ്പോ അത്ര ഇത് കാണില്ല. സായിന്റെ അടുത്ത് സിജോ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒന്നുകൂടെ ഉഷാറായിട്ട് റെഡി ആക്കണം എന്നൊക്കെ. അപ്പം സായിക്ക് ഒന്നും അറിയാതെ ആയിരിക്കും. സായി തന്നെ ഇപ്പം ആദ്യമൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. സായി അറിയാതെയാണോന്നാണ്. അപ്പൊ സായി തന്നെ അതിന്റെ ഉള്ളിൽ പലവട്ടം ഇതിനൊക്കെയുള്ള മറുപടി സായി തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെയാണ് പോകാന്ന് വിചാരിച്ചത്. ഇത് ഇത്രയും ദിവസം ഇങ്ങനെ പോകണം, ബാക്കി ദിവസങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് ഒക്കെ സായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബിഗ് ബോസിനെ കുറച്ച് ടാസ്ക് കൊടുത്തിട്ട് ഒന്ന് ഉഷാറാക്കിപ്പിക്കും. അതിനകത്ത് ഫിസിക്കൽ ടാസ്ക് കൊടുത്ത് അവിടെ അടി ഉണ്ടാക്കിപ്പിക്കാനുള്ള സകല സാധനങ്ങളും ബിഗ് ബോസ് കൊടുക്കും. ഇനിയിപ്പോ ഓരോരുത്തർക്ക് അപകടങ്ങളും പരിക്കുകളൊക്കെ ഓരോ ദിവസങ്ങളോട് ആർക്കും ഉണ്ടാവരുത്. അയ്യോ ഉണ്ടാവരുത്. ഇതന്നെ എനിക്ക് ഭയങ്കര എനിക്ക് കാണുമ്പോ തന്നെ എന്തോ പോലെ ശരിക്കും പറഞ്ഞാല്. ഇതിപ്പോ നമുക്ക് സായിനെ ഇങ്ങനെ കാണുമ്പോ വിഷമമുണ്ട്. അപ്പം ഇതുപോലെ ഇപ്പൊ ഓരോരുത്തർക്കും അതുപോലെ സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മളെ ആ സായിനെ പിന്നെയും ടേക്ക് കെയർ ആണ് നമ്മൾ കാണുന്നുണ്ട്. ജിൻഡോനെയൊക്കെ മാന്തി പറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാഗത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. അപ്പൊ ഇയാളെ എല്ലാരും വീട്ടുകാർ ഇപ്പം ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വീട്ടുകാർക്കൊക്കെ വിഷമാവണുണ്ടാവും. അപ്പം അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവരൊക്കെ ശ്രദ്ധിച്ച് കളിക്കട്ടെ, നന്നായി മുന്നോട്ട് കളിക്കട്ടെ. വരും ദിവസങ്ങൾ എല്ലാവർക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ്. അല്ല ഇനിയിപ്പോ ലാഗ് അടിച്ച് കളിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് അത് ആ ഒരു ഉള്ളിൽ എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവും. ഇന്ന് മാത്രമല്ല ലാലേട്ടൻ അത് മനസ്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ടാവും. ഇനി ഇത്ര ദിവസമുള്ളൂ, ഇനി മെല്ലെ കളിച്ചാൽ കളി വീട്ടിലിരുന്ന് പോയി കളിക്കേണ്ടി വരും എന്നുള്ളത് ചിലപ്പോൾ ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും മനസ്സിലും ഇനി അങ്ങോട്ട് ഇത് തന്നെ ആയിരിക്കും. ഇനിയിപ്പോ എല്ലാരും പ്രതീക്ഷ ലാലേട്ടനെ നമ്മളെയും പ്രതീക്ഷ ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെ അതിനൊന്നും ഇതാക്കാൻ വേണ്ടിട്ടെങ്കിലും കുറെ ചിലപ്പോൾ ലാലേട്ടൻ ആകെ ചൂടാവോ പ്രശ്നങ്ങളൊക്കെ
ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഒന്നും പറയാൻ വയ്യ, കണ്ടാ കണ്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മളതിന് വെയിറ്റിംഗ് കണ്ടില്ലേ. അപ്പൊ ഇനി എപ്പിസോഡ് കണ്ടിട്ട് അതിന്റെ റിവ്യൂ ബാക്കി സാധനങ്ങൾ